ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒന്നി അസഞ്ചയിച്ച കർത്താവിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ലോകമെമ്പാടും ധന്യൻ മാർ യോഹന്നാനോസ് പിതാവിന്റെ 71ാം ഓർമ്മ പെരുന്നാൾ ആചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. യോഹന്നാനോസ് പിതാവിന്റെ ജീവചരിത്രം എഴുതിയത് ഫാദർ തോമസ് ഇഞ്ചക്കലോടിയച്ചൻ എന്ന അച്ഛനാണ്. അത് 2 വോളിയമായിട്ട് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ വോളിയം ബാല്യം മുതൽ പുനരേക്കം വരെയുള്ള ഭാഗമാണ്. അതൊരു വലിയ പുസ്തകമാണ്. അതാണ് 25 ചോദ്യത്തിനകത്ത് നമ്മുടെ മകൻ സോജൻ ഒതുക്കി വെച്ചിരിക്കുന്നത്. വെറും 25 ചോദ്യത്തിനകത്ത്. സോറി. പിന്നെ രണ്ടാമത്തെ വോളിയം പുനരേക്കത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കത്തോലിക്ക സഭയുടെ ജീവിതവും സഭയുടെ പരിവർത്തനം, സഭയുടെ ഉന്നമനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചതുപോലുള്ള കാര്യങ്ങളുമാണ് രണ്ടാമത്തെ വോളിയത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പലരും ഈ ഡെമോക്രാറ്റ്സ് CNN മറ്റൊരു ഫോക്സ് ചാനലും ഒക്കെ കാണുന്നവരായിരിക്കും. ഞാൻ നാട്ടിലെ നമ്മുടെ ഏഷ്യാനെറ്റും മനോരമയും ഒക്കെയാണ് കാണുന്നത്. അങ്ങനെ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇതുമായിട്ട് തന്നെ ബന്ധമെന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് ബൈഡൻ എന്നും പ്രസിഡന്റ് ട്രംപ് എന്നും കമല ഹാരിസ് എന്നും എന്നാ പറയുന്നത് വ്ളാഡിമിർ പുടിൻ എന്നും ഒക്കെ ഉള്ള വാക്കുകളുണ്ട്, ഉള്ള സ്ഥാനപതികളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഡിബേറ്റ് നടന്ന സമയത്ത് ജോ ബൈഡൻ പറഞ്ഞു പോയിന്റ് നമ്പർ 1, പോയിന്റ് നമ്പർ 2, പോയിന്റ് നമ്പർ 3, പിന്നെ പോയിന്റ് നമ്പർ 2 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ അതിനുശേഷം നടന്ന പത്രസമ്മേളനത്തില് വ്ളാഡിമിർ പുടിനെ വേറെ ഏതോ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആക്കി അദ്ദേഹം. അതിന്റെ ഇത്രയും ഇതിനോട് ചോദിച്ച് പറഞ്ഞു എന്താന്ന് ചോദിച്ചാലേ അതിനെന്നാൽ സ്ലിപ്പ് ഓഫ് ദ ടങ് എന്നോ നാക്കിന്റെ പിഴവെന്നൊക്കെ പറയാറുണ്ട്. ബൈഡന് ഞാനുമായിട്ട് പ്രായത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ 1-2 പ്രായത്തിൽ കൂടുതൽ. അപ്പൊ എനിക്ക് ധാരാളം സ്ലിപ്പ് ഓഫ് ദ ടങ് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചും നമ്മുടെ ഷോണിനെ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചത്. എന്തുകൊണ്ട് ഇന്ന് സഭയിൽ ഇത് പറ്റി സംസാരിക്കുമ്പോൾ എനിക്കത് ഉണ്ടാകാൻ പോസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അതും കൂടെ പറയാം. നമുക്കറിയാം, പുനരേക്കപ്പെടുമ്പോൾ മാർ യോഹന്നാനോസിന്റെ കൂട്ടത്തിൽ ആരൊക്കെയാ പോയത്? മാർ യോഹന്നാനോസ്, മാർ തിയോഫിലോസ്, ജോണച്ചന്, ഒരു ഷമ്മാശന്, കിളിയിലേത് ചാക്കോച്ചൻ എന്ന 5 പേര് കൂടിയാണ് അന്ന് പുനരേക്കത്തിന് വേണ്ടി കൊല്ലത്തേക്ക് യാത്ര ചെയ്തത്. ഇന്നത്തെ സഭയുടെ പൊസിഷൻ എന്താണ്? 12 രൂപതകൾ, 16 മെത്രാന്മാര്, 1000-ലധികം വൈദികര്, 2000-ലധികം സന്യസ്തര്, 500-ലധികം സെമിനാരി സ്റ്റുഡൻസ്, പിന്നെ 1000-ലധികം ദേവാലയങ്ങള്, അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ. അപ്പൊ നമ്മൾ ഈ വടക്ക് പുത്തൂര് മക്കാരിയോസ് പിതാവെന്നും, ഡൽഹിയിലെ അന്തോനിയോസ് പിതാവെന്നും, ഇങ്ങനെ ന്യൂയോർക്കില് സ്തെഫാനോസ് പിതാവെന്നും ഒക്കെ എല്ലാവരുടെ പേരുകൾ അറിയാവുന്നതുകൊണ്ട് പറയുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ സ്ലിപ്പ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്ലിപ്പ് ഓഫ് ദ ടങ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. പിതാവിന് വലിപ്പത്തെപ്പറ്റി, പിതാവിന്റെ കഴിവുകളെ പറ്റി അച്ഛൻ പ്രസംഗത്തിൽ 2 കാര്യങ്ങൾ പ്രസംഗിച്ചു. ഒന്ന് വിവേകമതിയായിരുന്നു. ഇന്നത്തെ റീഡിംഗ് തന്നെ നമുക്കറിയാം. പിതാക്കന്മാരുടെ ഓർമ്മ ദിവസങ്ങൾ ആചരിക്കുമ്പോഴുള്ള റീഡിങ് വിവേകമതിയായിട്ടുള്ള, ഭവനത്തിലുള്ളവർക്ക് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കുന്ന തുടങ്ങിയ ഭാഗങ്ങളാണ് വായിക്കുന്നത്. 2, അദ്ദേഹം പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിച്ചു. ഈ 2 വാക്കുകൾ അച്ഛൻ ഉപയോഗിച്ചു. അതായത് മുണ്ടമലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്തുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ എന്നുള്ളതാണ്. അപ്പം ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങളോടും കൂട്ടുകാരോടും പറയുന്ന 2 ലൈൻ ഒരു പാട്ടൊന്ന് പാടി കേൾപ്പിച്ചാൽ മതി. കാലേ കണ്ടു സത്യം നിലനിൽക്കും എന്നും സർവേ കണ്ടതിനാൽ നമുക്കതിന്റെ അർത്ഥം മനസ്സിലായി കാണുമല്ലോ. എന്തുകൊണ്ട് ഈ അവസരത്തിൽ നമ്മൾ ഈ പാട്ട് പാടി എന്നുള്ളതിന്റെ മനസ്സിലായി കാണുമല്ലോ. നമ്മള് മാർ യോഹന്നാനോസ് പിതാവിനെയാണ് ഇവിടെ ചേർത്ത് വെച്ച് ചിന്തിക്കേണ്ടത്. അദ്ദേഹം കാലേ കണ്ടു. എന്ത് കണ്ടു? സത്യം കണ്ടു. സത്യസഭ ഏതാണെന്ന് മനസ്സിലാക്കി, സത്യവിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കി. സത്യസഭ എന്താണെന്ന് വിശ്വാസം അദ്ദേഹം സത്യസഭയെ പറ്റി അവിടെ കണ്ടുപിടിക്കാൻ തുടങ്ങിയത്, അല്ലെ ചിന്തിക്കാൻ തുടങ്ങിയത് നമുക്കറിയാം
സെറാംപൂരിലെ പഠനത്തിന്റെ കാലത്ത് ധാരാളം റിസർച്ചുകൾ ചെയ്യാനും ധാരാളം പുസ്തകങ്ങൾ വായിക്കാനുമുള്ള അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം തീർച്ചപ്പെടുത്തി കത്തോലിക്ക സഭയാണ് സത്യസഭയെന്ന്. അതുപോലെ തന്നെ സത്യസഭ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം മുണ്ടന്മലയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഭാഗം നമ്മൾക്ക് അറിയാം, ചരിത്രത്തിലും അറിയാം, പ്രസംഗങ്ങളിൽ കൂടെയും വായനകളിൽ കൂടെ നമുക്കറിയാം. മുണ്ടന്മലയിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്ന എലഞ്ഞിക്കൽ ജോൺ വക്കീല് 100 ഏക്കർ സംഭാവന ചെയ്തു. അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ കൊണ്ട് കുറെ ഏക്കറുകളൂടെ വാങ്ങി ഏകദേശം 400 ഏക്കർ ഭൂമി. അത് വർഷങ്ങളായിട്ട് അദ്ദേഹം സ്വന്തം സഹചാരികളിൽ കൂടി മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു, പൂക്കൾ വെച്ചുപിടിപ്പിച്ച് ധാരാളം ഫലപുഷ്ടാക്കി തീർന്നു. കന്നുകാലികള് എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അനാഥശാല ആശ്രമത്തോടനുബന്ധിച്ച് അദ്ദേഹം നിർമ്മിച്ചിരുന്നു. ഇതെല്ലാം വിട്ടെറിഞ്ഞേച്ച് അദ്ദേഹം ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. എല്ലാം ഉപേക്ഷിച്ചിട്ട് പോരുക. പോരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു പറയപ്പെടുന്നത് അന്ന് ഉപയോഗിച്ചിരുന്ന വാച്ച് പോലും ഒരു മേശപ്പുറത്ത് വെച്ചാൽ പോയിരുന്നു പറയുന്നത്. കൂടെ കൊണ്ടുവരുന്ന ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും പ്രാർത്ഥന പുസ്തകങ്ങളും മാത്രം ഒരു തുണിയിൽ കെട്ടിക്കൊണ്ടാണ് പോയിരുന്നത്. അപ്പൊ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്ന ഭാഗമാണ് നമ്മൾ ഇതുമായിട്ട് ഓർമ്മിച്ച് ചിന്തിക്കേണ്ട ഭാഗം. പിന്നെ ഇറങ്ങി വന്നപ്പോൾ ആദ്യമേ താമസിച്ചത് കുഞ്ഞുമണിയൊക്കെ വീടിനടുത്ത വെണ്ണിക്കുളത്താണ്. ഇറങ്ങി വന്ന് വെണ്ണിക്കുളത്ത് മേടയിൽ നിന്നുള്ള ഭവനത്തിലാണ് ആദ്യം താമസിച്ചത്. അവിടെയാണ് പിറ്റേ ദിവസം കുർബാന ലഭിച്ചതൊക്കെ. അതിനോടൊരു വെണ്ണിക്കുളത്ത് നിന്ന് വഴിച്ചേരിക്ക് പോകുന്ന സ്ഥലത്ത് കുറെ സ്ഥലം ഒരാൾ സംഭാവനയായിട്ട് കൊടുത്തു. അതിന് ബദനി പുരയിടം എന്നാണ് പിന്നെ അറിയപ്പെടുന്നത്. അതിന്റെ മുമ്പോട്ടുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാണ് അദ്ദേഹം തിരുവല്ലയ്ക്ക് പോകുന്ന ആ ഭാഗങ്ങളൊക്കെ നമുക്കറിയാം. വിവേകി എന്നുള്ള ഭാഗത്തെ പറ്റി നമ്മൾ അച്ഛൻ ചിന്തിപ്പിച്ചു, അല്ലെങ്കിൽ പ്രസംഗിച്ചു. നമ്മുടെ വചനത്തില് 3 സ്ഥലങ്ങളിൽ വിവേകിയായ മനുഷ്യനെ പറ്റി കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഈ ഇന്നത്തെ വായന കേട്ടെടുത്ത് തന്നെ യജമാനു വേണ്ടി കാത്തിരിക്കുന്ന വിവേകിയായ വേലക്കാരൻ. 2 നമ്മൾ 10 കന്യകളുടെ ബൊമ്മ വായിക്കുമ്പോൾ വിവേകമതികളായ കന്യകളെ പറ്റി നമ്മൾ വായിക്കുന്നു. 3 ഭവനം പണിയുന്നതിനെ പറ്റി പറയുന്നുണ്ട് വിവേകിയായ മനുഷ്യൻ പാറപ്പുറത്ത് ഭവനം പണിയിച്ചു എന്ന് പറയുന്നു. അതിന് വിവേകമതിയെ പറ്റി പറയുന്നുണ്ട്. ദൈവവിശ്വാസത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ ദൈവീയത്തിലുള്ള ആഴമായ വിശ്വാസത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പഴയ നിയമത്തിലെ ഏബ്രഹാമിനെ പറ്റി ചിന്തിക്കാം. ഏബ്രഹാം ഇസ്ഹാക്കിനെ കൊണ്ട് ബലി കഴിക്കാനായിട്ട് മോഡേമലയിലേക്ക് പോകുമ്പോൾ ഇസ്ഹാക്ക് ചോദിക്കുന്നുണ്ട്, വിറകുണ്ട്, തീയുണ്ട്, ബലിമൃഗം എവിടെ? അതിനെന്താണ് പറയുന്നത്? ദൈവം തന്നുകൊള്ളു. മുണ്ടമല വിട്ടിറങ്ങി പുനരേക്കത്തിന് വേണ്ടി കയ്യിലൊന്നുമില്ലാതെ ഇറങ്ങി വന്ന മാരിവാനീസിനോട് ചോദിച്ചു, എവിടേക്കാ പോകുന്നത്? എന്തുണ്ട് കയ്യിൽ? അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 1-2 കുഞ്ഞു കാര്യങ്ങളിലൂടെ 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞേച്ച് അച്ഛൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഞാൻ ചെയ്യാം. അതെന്താന്ന് ചോദിച്ചാല് ജീവിത ചരിത്രത്തിലും അല്ലാതെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഒന്ന് അദ്ദേഹം സഭയിൽ ചേരുന്നതിന് മുമ്പുള്ളതാണ്, 1-2 എണ്ണം സഭയിൽ ചേർന്നതിന് ശേഷമുള്ളതാണ്. സഭയിൽ ചേർന്നതിന് ശേഷം പാലിയം വാങ്ങിക്കുന്നതിന് വേണ്ടി അദ്ദേഹം റോമിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഇന്നത്തെ പോലെ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ചിന്തിക്കാം, കപ്പലിലാണ് അന്ന് യാത്ര ചെയ്തത്. കപ്പലിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ബോംബെയിൽ എത്തിക്കഴിയുമ്പോഴാണ് സ്വന്തം അമ്മ മരിച്ചു എന്നുള്ള മെസ്സേജ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അദ്ദേഹം മുമ്പോട്ട് പോയി പറഞ്ഞു, അമ്മയെ നിങ്ങൾ അടക്കിക്കൊള്ളുക, വന്നിട്ട് ഞാൻ കുടീരത്തിൽ പ്രാർത്ഥിച്ചുകൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം അത്ര കമ്മിറ്റഡ് ആയിരുന്നത്. 2, കല്ലുപ്പാറ കല്ലുപ്പാറ ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന ഒരു സംഭവമാണ്. 1930 സെപ്റ്റംബർ 20 പിതാവ് കത്തോലിക്ക സഭയിൽ ചേർന്നത്. 1928 തൊട്ട് അതിനു മുമ്പും പല പ്രമുഖരായ വിശ്വാസികളും കത്തോലിക്ക സഭയിലേക്ക് പുനരേക്കപ്പെട്ടിരുന്നു. അന്ന് മലക്കര ഇല്ലെന്ന് ഓർക്കണം നമുക്ക്. അന്ന് നമ്മുടെ ഭാഗത്തുള്ള തിരുവല്ല ഭാഗങ്ങളിലെല്ലാം കൊഴിഞ്ഞൂർ റാന്നി അവിടെയൊക്കെ ഉള്ളവര് ചേർന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കാണ്. 1928 4 പേര് ഒന്നിച്ചിരുന്ന് ഒരു എഗ്രിമെന്റ് എഴുതി ചങ്ങനാശ്ശേരി അതിരൂപത കളശ്ശേരിതാണെന്ന് എൻ്റെ ഓർമ്മ. 4 പിതാക്കന്മാരുണ്ടായിരുന്നതിൽ കളശ്ശേരിയാണെന്ന് എൻ്റെ ഓർമ്മ. ഇദ്ദേഹത്തിന്റെ രണ്ടിലാണ് ജോയിൻ ചെയ്തത്. അതിലൊന്ന് ഞങ്ങളുടെ ബന്ധുവായിരുന്നു, ലാലിയുടെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു. വേറൊന്ന് വില്ലോത്ത് നൈനൻ എന്ന് പറയുന്ന ഒരു ഉപദേശിയായിരുന്നു. അദ്ദേഹത്തിന് 4ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിരുന്നെങ്കിലും അടിയുറച്ച വിശ്വാസിയും യുവനീസ് പിതാവിന്റെ ഉച്ച സുഹൃത്തും ഭയങ്കര പ്രാസംഗികനുമായിരുന്നു.
40-ാമത്തെ വയസ്സിൽ ചികിത്സയില്ലാതെ ഷുഗർ ബാധിച്ചാണ് അദ്ദേഹം മരിച്ചത്. അപ്പൊ കല്ലുപ്പാർ പള്ളിയിൽ മാറിവാനിഷ് പിതാവ് കുർബാന ചൊല്ലാൻ ഒരു ഞായറാഴ്ച വരുന്നുവെന്ന് മനസ്സിലാക്കിയ നൈനാൻ ഉപദേശി അയിരൂരിൽ നിന്ന് കടവ് കടന്നു ഇങ്ങേക്കര വന്നിട്ട് കുർബാന കഴിഞ്ഞിട്ട് പിതാവ് മധുവായിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഗീതത്തിൽ ശമാശൻ ഉണ്ടായിരുന്നു. അപ്പൊ പിതാവ് ഇറങ്ങി വരുന്നവരെ അദ്ദേഹം സംഗീതത്തിൽ പോയി ശമാശനോട് സംസാരിച്ചിരുന്നപ്പോൾ കത്തോലിക്ക വിശ്വാസത്തെ പറ്റി പറയുന്ന ഓർത്തഡോക്സിലെ ശമാശനമാണ്. അപ്പൊ അതിൽ അദ്ദേഹം ഇച്ചിരി വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കും പിതാവ് ഇറങ്ങി വന്നു. പിതാവ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ജമാശം വിഷമിക്കേണ്ട, നമ്മുടെ ഈ നൈനാച്ചൻ പറഞ്ഞ വിശ്വാസമാണ് സത്യവിശ്വാസം. പക്ഷേ ഏറ്റവും നല്ല പ്രാർത്ഥനയും കുർബാനയും ഒക്കെ നമ്മുടേതാണ്. അപ്പം നൈനാച്ചൻ പറഞ്ഞു, പിതാവ്, നമ്മൾ കത്തോലിക്ക സഭയിലെ വിശ്വാസത്തിലേക്ക് വരികയും ഈ അന്ത്യോക്യൻ പാരമ്പര്യമുള്ള പ്രാർത്ഥനകളും കുർബാനയും നമ്മൾ ഒന്നിച്ചാക്കുകയും ചെയ്താൽ അത് അതിലും മനോഹരമായിരിക്കില്ലെന്ന് പറഞ്ഞു. ഇത് ഇഞ്ചക്കിലോടി അച്ഛൻ എഴുതിയ വോളിയത്തിന്റെ 2ാമത്തെ വോളിയത്തിന് 128 പേജ് പറഞ്ഞിട്ടുണ്ട്. അല്ല ഞാൻ ഉണ്ടാക്കി പറഞ്ഞ് അറിയാം. ഇറ്റ് ഈസ് ദെയർ. അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരെണ്ണം പറയാനുണ്ടായിരുന്നത്. പിന്നൊന്ന് അദ്ദേഹത്തിന്റെ പൂർണ്ണ ബുദ്ധി അല്ലെങ്കിൽ അതിബുദ്ധിമാനായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോൾ സർസിപി ആയിരുന്നു സജീവോത്തമൻ, അല്ലെങ്കിൽ ദിവാനായിട്ടിരുന്നത്. തിരുവിതാംകൂർ ദിവാന് സർസിപി ആയിരുന്നു. സർസിപി ഡെഡ്ലി അഗൻസ്റ്റ് ക്രിസ്ത്യൻസ് ആയിരുന്നു. ആദ്യം താമസിക്കുന്ന വീട് ഭവനം പോലും അദ്ദേഹത്തെ കൊണ്ട് കാര്യമാക്കി. വടവീട്ടിലായിരുന്നല്ലോ താമസിച്ചിരുന്നത്. അവിടുന്ന് മാറി താമസിക്കേണ്ടതായിട്ട് വന്നു സർസിപിയുടെ കാഠിന്യം നിമിത്തം. പിന്നെ പിതാവിന്റെ നയപരമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് കുറച്ചടുത്ത് കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങണം. അതിന് വേണ്ടിയിട്ട് സർസിപി സമ്മതിക്കത്തില്ല. സർസിപിയുടെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന സമയമായിരുന്നു. പിതാവ് ഇദ്ദേഹത്തെ അരമനയിൽ വിളിച്ച ഒരു ചെറിയ ആഘോഷം അല്ലെങ്കിൽ ഒരു ചെറിയ സ്വീകരണം പോലെ നടത്തി. സർസിപിക്ക് സ്വീകരണം നടക്കുന്ന സമയത്ത് പറഞ്ഞു, ഷഷ്ടിപൂർത്തിയുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു സ്കൂള് പണിയിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ അദ്ദേഹം സജീവോത്തമ ഷഷ്ടിപൂർത്തി സ്മാരക സ്കൂൾ എന്നൊരു സ്കൂൾ തുടങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. സമ്മതിച്ചു. അങ്ങനെ പട്ടത്ത് ഒരു സ്കൂള് തുടങ്ങി. അതിന്റെ പേരാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിന് ഒന്നുകൂടെ റിപ്പീറ്റ് പ്രയാസം. ഷഷ്ടിപൂർത്തി സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂൾ തുടങ്ങി. സ്കൂൾ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം ഈജിപ്തിലായിരുന്നു ഈശോയും കൊണ്ട് യോസേഫും മാതാവും. ഫറവോ ഹെറോദസ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ദർശനമുണ്ടായി, ശിശുവിനെയും കൊണ്ട് നസ്രത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് പോലെ. സർസിപി ഭയങ്കര ഭീകരനായിരുന്നതുകൊണ്ട് ഇന്നലെ ട്രംപിനോട് വെടിയുണ്ടായിരുന്നു. അന്ന് വെടിയില്ലായിരുന്നു. അന്ന് ഉണ്ടായിരുന്നത് വാളാണ്. തിരുവനന്തപുരത്തായിരുന്ന ഒരു മനുഷ്യനെ ഒരു സ്റ്റേജിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാളെടുത്ത് വെട്ടി. കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, സർസിപിയെ വെട്ടിയെന്നാണോ എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ. മൂക്കിലിട്ട വെട്ടി, മൂക്ക് മുറിഞ്ഞു പോയി. അപ്പൊ സർസിപിക്ക് പിന്നെ തിരുവനന്തപുരത്ത് താമസിക്കാൻ മേലാത്തപ്പോൾ അപമാനകരമായി പോയി. അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്, ബ്രാഹ്മണനാണ്. അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ എന്തിനാണ്, ഹെറോദോസ് മരിച്ചെന്ന് പറഞ്ഞപ്പോൾ യേശുവിനെ കൊണ്ട് ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞ പോലെ ഇയാൾ തമിഴ്നാട്ടിലേക്ക് പോയപ്പോഴത്തേന് ഈ വന്യസ്തുത ഉടനെ സ്കൂളിന്റെ പേര് മാറ്റി അവിടേക്ക് എടുത്ത് കളഞ്ഞു. സെന്റ് മേരീസ് ഹൈസ്കൂൾ പട്ടമെന്നാക്കി. അതാണ് ഇന്ന് കാണുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂള്. ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പഠിക്കുന്ന സ്കൂളാണ് നമ്മുടെ സ്കൂള്, സെന്റ് മേരീസ് പട്ടം. അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അച്ഛൻ്റെ എന്നെ ഏൽപ്പിച്ച കാര്യത്തിലേക്ക് ഞാൻ കളയാം. അതിന് 2 മിനിറ്റ് എടുക്കുന്നുള്ളൂ. ഒരു കാര്യം കൂടെ പറയണം. പിതാവ് മാതാവുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയൊക്കെ ദീർഘിച്ച് പറയാൻ സാധിക്കുകയില്ല. എങ്കിലും പറയാവുന്നത്, പരിശുദ്ധ കന്യാമറിയത്തിന്റെ മാതാവ് എന്റെ കർത്താവിനെ പെറ്റ അമ്മച്ചി എന്നാണ് വിളിച്ചിരുന്നത്. പ്രാർത്ഥിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ എന്റെ കർത്താവിനെ പെറ്റ അമ്മച്ചി എന്നാണ് പരിശുദ്ധ കന്യാമറിയത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ ദൈവസേവനത്തെക്കാൾ ഉത്തമം ദൈവസമ്പാദനമാണ് നല്ലത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആപ്തവാക്യം. കന്യാനിശേഷ നടപടികളെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. 2 മിനിറ്റ് കൊണ്ട്. കത്തോലിക്ക സഭയിൽ ഒരു വിശ്വാസിയോ വൈദികനോ ബിഷപ്പോ പോപ്പിനെ തന്നെയോ പരിശുദ്ധനായി പ്രഖ്യാപിക്കണമെന്നുള്ളതിന് 4 സ്റ്റെപ്പുകളാണ്. ആദ്യത്തെ പടി, സഭ കാര്യാലയത്തിൽ ഒരു ഓഫീസ് തുറക്കുന്നു, ഒരു പോസ്റ്റ്ലേറ്ററിനെ നിയമിക്കുന്നു. പോസ്റ്റ്ലേറ്റർ എന്നുള്ള പോസ്റ്റാണ് അധികാരിയുടെ പേര്. അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നു.
അദ്ദേഹം വിശുദ്ധനെ പ്രഖ്യാപിക്കാനുള്ള വ്യക്തിയെപ്പറ്റി കളക്ട് ചെയ്യുന്ന അത്രയും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു, ശേഖരിക്കുന്നു. അദ്ദേഹം സ്വയം എഴുതിയ ലേഖനങ്ങൾ, തന്നിട്ടുള്ള പ്രസംഗങ്ങൾ, അദ്ദേഹത്തെ പറ്റി മറ്റുള്ളവരെ എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ, അദ്ദേഹത്തിന്റെ മറ്റുള്ള ഡോക്യുമെന്റ്സ് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സംഘടിപ്പിക്കുന്നു. അതെല്ലാം ഇംഗ്ലീഷിൽ ഒരു വലിയ റിപ്പോർട്ടായിട്ട് എഴുതിയിട്ട് റോമിലേക്ക് സമർപ്പിക്കുന്നു. സമഗ്രമായ ഒരു റിപ്പോർട്ട് അദ്ദേഹം റോമിലേക്ക് സമർപ്പിക്കുന്നു. റോമില്, വത്തിക്കാനില് വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ആളുകളെ പ്രഖ്യാപിക്കാനുള്ള അവിടെ ഒരു ഓഫീസുണ്ട്. ആ ഓഫീസിൽ സ്വീകരിച്ചിട്ട് ഇത് ലാറ്റിൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യും. ലാറ്റിൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ട് അതിനെ അധികാരപ്പെടുത്തിയിട്ടുള്ള ഈ കമ്മിറ്റി അത് പഠിക്കുന്നു. അപ്പോൾ ഇത് മുമ്പോട്ട് പോകാൻ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പഠനം, ജീവിതം, പിന്നെ വിശ്വാസം, എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഇദ്ദേഹം പറയുന്ന എല്ലാം പരിശോധിച്ചതിന് ശേഷം പോപ്പിന് സമർപ്പിക്കുന്നു. പോപ്പ് അദ്ദേഹത്തെ എന്താണ് ആദ്യത്തേത്? സെർവന്റ് ഓഫ് ഗോഡ്. നമ്മുടെ പിതാവിനെ സെർവന്റ് ഓഫ് ഗോഡ് എന്ന് പ്രഖ്യാപിച്ചത് 14 ജൂലൈ 2017. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല. 15-ാം തീയതി ആണല്ലോ ഓർമ്മ ദിവസം. അതിന്റെ തലേ ദിവസമായിരുന്നു പട്ടത്ത് പിന്നെ നമ്മുടെ കത്തീഡ്രലിൽ വലിയൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അന്നാണ് നമ്മുടെ അവിടെ പ്രഖ്യാപിച്ചത്. 14 ജൂലൈ 2017 അടുത്തപടി ഇതിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ള കമ്മിറ്റി വിശദമായി പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്തതിനു ശേഷം ആ കമ്മിറ്റി ഇത് അധ്യക്ഷനായിട്ടുള്ള കാർഡിനല് ഇത് പോപ്പിന് വീണ്ടും ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അപ്പോഴത്തേക്ക് കുറച്ചുകൂടി വിശദമായിട്ട് പഠനങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ദേവിദാസൻ എന്ന പദവിയിൽ നിന്ന് ധന്യൻ എന്ന പദവി, വെനറബിൾ എന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തുന്നു. മാറിയോനിസ് പിതാവിനെ ധന്യൻ എന്ന പദവിയിലേക്ക് ഉയർത്തിയത് ഈ 2024 മാർച്ച് മാസം 14-ാം തീയതിയാണ്. ഇനി 2 കടമ്പകൾ കൂടി കിടക്കാനുണ്ട്. അതെന്തൊക്കെയാണ്? ബ്ലസ്ഡ് എന്ന പദവിയും സെയിന്റ് എന്ന പദവിയും. ബ്ലസ്ഡ് എന്ന പദവിയിലേക്ക് പോകണമെന്നതിൽ ഈ എഴുത്തുകുത്തുകൾ മാത്രം പോരാ. അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ മരുന്നിനോ വൈദ്യനോ സയൻസിനോ പരിഹരിക്കാൻ മേലാത്ത പോലുള്ള എന്തെങ്കിലും അതികഠിനമായിട്ടുള്ള ഒരു രോഗശാന്തി അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും കാര്യം നടന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യണം. അത് ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ മധ്യസ്ഥതയിൽ അതിന് സൗഖ്യപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കണം. ആ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിയുമ്പോഴാണ് ബ്ലസ്ഡ് എന്ന പദവിയിലേക്ക് ഉയർത്തുന്നത്. ബ്ലസ്ഡ് എന്ന പദവിയിലേക്ക് ഉയർത്തിയതിനു ശേഷം രണ്ടാമത് വീണ്ടും ഒരിക്കൽ കൂടി അതിശക്തമായിട്ടുള്ള അത്ഭുതങ്ങൾ എന്തെങ്കിലും നടന്നിരിക്കണം. അത്ഭുതങ്ങൾ നടക്കുന്നത് രോഗശാന്തി പറയുന്നത് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. രോഗശാന്തി ഉൾപ്പെടെ എന്തെങ്കിലും മാനുഷികമായ ശക്തി കൊണ്ട് മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യം നടന്നു എന്ന് സ്ഥാപിക്കണം. അത് വത്തിക്കാനെ വിശ്വസിപ്പിക്കണം. വത്തിക്കാൻ അത് പരിശോധിച്ച് അത് സർട്ടിഫൈ ചെയ്ത് കഴിയുമ്പോഴാണ് അതിന് ചിലപ്പോൾ ഈ ബ്ലസ്ഡിൽ നിന്ന് ധന്യനുള്ള പദവിയിലേക്ക് വന്ന പോലെ വേഗം നടക്കണമെന്നില്ല. ഇയേഴ്സ്, ദശാബ്ദങ്ങൾ എടുക്കാം, ചിലപ്പോൾ നൂറ്റാണ്ടുകൾ എടുക്കാം. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പിതാവിനെ പരിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ഇടവുകളിലും, നാട്ടിലൊക്കെ ഇന്ത്യയിലൊക്കെ എല്ലാ ഇടവുകളിലും കുർബാനയ്ക്ക് ശേഷം അതിനുള്ള മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട്. പിന്നെ പിതാവിന്റെ മധ്യസ്ഥ യാചിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തരുടേതായ കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം നടന്നു കിട്ടുന്നത് വേണ്ടി. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അത്ഭുതപ്രകാരമായൊരു എന്തെങ്കിലും ഒരു പ്രതിഫലം നമുക്ക് കിട്ടുമ്പോൾ അത് ഇടവികാരി അറിയിക്കണം. ഇടവികാരി അത് ശരിയാണെന്ന് കണ്ടതിന് ശേഷം മെത്രാൻ അയച്ചു കൊടുക്കണം. മെത്രാൻ അത് പരിശോധിച്ച് കഴിഞ്ഞിട്ട് അത് സഭയുടെ സിനഡിന് സമർപ്പിക്കും. സിനഡും അത് പരിശോധിച്ച് കഴിഞ്ഞിട്ട് പ്രൂഫ് ആയിരിക്കണം എന്നുള്ളതാണ് ഈ സ്റ്റെപ്പുകളൊക്കെ വെക്കുന്നത്. സിനഡും കഴിഞ്ഞിട്ടാണ് വത്തിക്കാൻ അയച്ചു കൊടുക്കുന്നത്. വത്തിക്കാനും ഇത് പരിശോധിക്കും. അതായത് അത്ഭുതകരമായി മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യം പരിശുദ്ധന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് സാധിച്ചു എന്ന് കഴിയുമ്പോഴാണ് അദ്ദേഹത്തെ പരിശുദ്ധനെന്ന് പ്രഖ്യാപിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.